അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ കടയിൽ വന്നു. ഇവിടെ നല്ല കാറ്റാണ്. നിങ്ങൾ പറഞ്ഞ നല്ല പേര് ഇതാണ് ചോറ് പറഞ്ഞ കട. ഇതാണ് കട. അപ്പം ഞങ്ങൾ ഇവിടെ പോയി ഷവർമ കഴിക്കുന്ന വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഇപ്പം വരുന്നത്. നല്ല കാറ്റുണ്ട്. തൊട്ടി പറഞ്ഞു പോയത്. അപ്പോൾ അവർ കടയിൽ കയറി ഓർഡർ ചെയ്ത് ചിക്കൻ റാപ്പ്, ഷവർമയ്ക്ക് ചിക്കൻ റാപ്പ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് അവർ നാളെ ഓർഡർ ചെയ്ത് ചിക്കൻ്റെ. പിന്നെ ഇതുണ്ട്, എന്താണ് നമ്മുടെ മട്ടനുണ്ട്. ചിക്കനാണ് ഓർഡർ ചെയ്തത്. മട്ടൻ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, കണ്ടില്ല. ചിക്കൻ മാത്രമേ അവിടെ കിടപ്പുള്ളൂ. അപ്പം അവരകത്തുണ്ട്, ഞാൻ കാണിച്ചത്. ഈ ഷോപ്പിനെ പറ്റി പറയാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടേക്ക് ഔട്ട് ഷോപ്പ്, ചെറിയൊരു ഇതാണ്. ഇതിനകത്ത് കയറി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇത് മറ്റേ എൻ്റെ അകത്ത് വരുന്ന ഐറ്റംസാണ്. അകത്താണ്. നിങ്ങൾ ഇരുന്നില്ലേ? ടേബിൾ നോക്കുക. ഈ ടേബിൾ അത് ആയിരുന്നല്ലേ നല്ല ടേബിള്. പക്ഷെ അവർ ക്ലീൻ ചെയ്തില്ല ഗൈസ്. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ചൊറി പറഞ്ഞിട്ട് ഒന്ന് കയറിയതാണ്. നീ പറഞ്ഞ ഫുഡ് നല്ലതാന്നല്ലേ? അവിടെ എനിക്ക് കയറാൻ പറ്റുന്നില്ല. അവരോട് ക്ലീൻ ചെയ്യാൻ പറയാൻ പാടില്ല. ഞങ്ങളിവിടെ വന്നിരുന്നു ഗൈസ്. അല്ല, ചൊറി ഞെട്ടിപ്പോയി ഗൈസ്. ക്ലീൻ ചെയ്യാത്ത ഞെട്ടിപ്പോയി. ദീചേരി കൈ കഴുകിയിട്ട് വന്നിരിക്കുന്നു. ജഗുവിൻ്റെ കീച്ചെയിൻ, നമ്മുടെ പാർട്ട് 1 കീച്ചെയിൻ ഗൈസ്. നമ്മുടെ തന്നെ 4 ഷവർമ റാപ്പല്ലേ? റാപ്പ്. അത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ കാറ്റിന്റെ പേര് തന്നെ ഇഷ കാറ്റായിരുന്നു. ഇച്ചിരി മുമ്പ് അതാണ് നിങ്ങൾ ഇച്ചിരി മുന്നേ ഇഷ. എടാ നീ ഇഷ നീ കണ്ടില്ലേ? ന്യൂസ് കണ്ടില്ലായിരുന്നു? സൺഡേ തൊട്ട് തുടങ്ങി ഈ കാറ്റ്. പിന്നെ നീ എന്നെ ഓർത്ത എന്ത് ഈ കാറ്റ്? ഈ സാധാരണ അല്ലല്ല, അതെ ഫ്ലഡ് ഉണ്ടായി. മറ്റേ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെ അത് പറഞ്ഞെന്ന് വെച്ചെന്നെ എടാ നീ പറ. നീ എന്നോട് നിനക്ക് എന്നാ എന്നോട് നീ പറ. അതിന് അതൊന്നും കുഴപ്പമില്ല, നീ പറ. കുഴപ്പമില്ല, എനിക്കെന്നെ കുഴപ്പം. അതെന്നാ അതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ വീഡിയോ എടുക്കാൻ നേരത്തെ എല്ലാം മേടിക്കണ്ടേ? അതെനിക്കറിയാൻ പറ്റില്ല തീ വരുമോന്ന്. അവിടെ ക്ലീൻ ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ അകത്ത് പറയണേ, ഞാനിത് നിർത്തട്ടെ. ഓക്കെ ഗൈസ്. ഇതൊരു വെറൈറ്റി കറക്കലായിരുന്നു. അത് കൊള്ളാല്ല. മയം കറക്കട. ഇത് കൊള്ളായിരുന്നു ഗൈസ്. വന്നപ്പം കറക്കണ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. കറക്ക് ഒന്നും കൂടെ കറങ്ങിക്കോ. കറക്ക് ഇച്ചിരി നന്നായിട്ട് കറക്കി. ഇതിങ്ങനെയാണ് വന്നത് ഗൈസ്. ഇവിടെ മയണൈസ് ചോദിച്ചില്ല. മയണൈസ് അത് മാത്രം നടക്കില്ല. ഓ ഇതിന്റെ കൂടെ എന്തൊക്കെയാ കിട്ടിയ? എന്താണ് അടുത്തത് പറ. ഇത് ഗാലപ്പിനോസ് അല്ലേ? ഈ വൈറ്റ് സാധനം അടിപൊളിയാ. നമുക്ക് മറ്റേ എവിടെ നിന്നോ കിട്ടി കഴിച്ചിട്ടുണ്ട് ഞാൻ.
അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വലിപ്പം കാണിച്ചു തരാം. എനിക്ക് ഇറക്കിക്ക് കൊള്ളാം. ഇതാണിത്, അത്യാവശ്യം വലുതാണ്. ഇനി എത്രയാ? 5 പൗണ്ട് നാട്ടിലൊക്കെ INR 500 INR പറയണം. നമ്മൾ നാട്ടിലേക്കാണല്ലോ വീഡിയോ മെയിനായിട്ട് കാണുന്നത്, അല്ലാണ്ട് ഇവിടെ അല്ലല്ലോ. ഇവിടെ 5 പൗണ്ട്. UK യിലുള്ളവർ കാണുന്നുണ്ട്, എൻ്റെ യൂണിവേഴ്സിറ്റിയിലുള്ളവർ. ആ കേട്ടില്ല. UK ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാഞ്ചസ്റ്ററിൽ വരുമ്പോൾ റഷ് ഹോമിൽ വരിക. റഷ് ഹോമിലാണ് അവിടെ 5 പൗണ്ട് ഷവർമ. റഷ് ഹോമിൽ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കൂടുതലും ഒരു പാകിസ്ഥാനി സ്റ്റൈലാണ്, എന്നാലും നമുക്ക് ഇഷ്ടപ്പെടും. ഇന്ത്യൻ ആ ഒരു ടച്ച് കാണും. ഇനി എന്തായാലും എന്നാണ് നമുക്ക് നമ്മുടെ പിസ്സയുടെ നമ്മൾ മേടിക്കുന്ന അത് അടുത്ത വീഡിയോ അത് ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പോണ ഒരു ഷവർമ കടയുണ്ട്. അവിടെ എത്ര 3 പൗണ്ടല്ലേ ഷവർമയ്ക്ക്? 4 തന്നെയല്ലേ അത്? അതുണ്ട്. പിന്നെ ഞങ്ങളുടെ മന്തിക്കടയുണ്ട്. അതൊക്കെ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഏരിയയിലാണ് ഞങ്ങൾ മെയിനായിട്ട് വരുന്നത്. ഞാൻ ആ ഒരു ഇത് ഇതെങ്ങനെയുണ്ട് പറ, എങ്ങനെയുണ്ട്? ഓക്കെയാണ്. അല്ല ഇവിടത്തെ മറ്റേ നാനിലും ഉണ്ട്, പിന്നെ ഇതുമാണ് വന്നത് അല്ലേ? ഞാനുണ്ടോ? നാനിലും ഉണ്ട്, നാനിലാണ് ഉണ്ട്. ആ ചേച്ചി ഓക്കെ അല്ലേ? ഇനി അടുത്ത ജഗ് കഴിക്കാൻ പോകുന്നു. ഒന്ന് കഴിച്ച് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. ഇവ കഴിച്ച് പകുതിയായി. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കാണിച്ചേടാ. ഇതാണ് ഫില്ലിങ് വന്നത് ഗൈസ്. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. നിനക്ക് ഇത് എങ്ങനെ ഉണ്ടോ? ഇവൻ പറഞ്ഞിട്ട് ഞാൻ കഴിച്ച് ഇഷ്ടപ്പെട്ടില്ലല്ലോ വന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലേ? ഇല്ല, പക്ഷെ അന്നത്തെ ഹൊട്ടി ഇതെല്ലാം ആണോന്ന് എനിക്ക് സംശയമുണ്ട്, വ്യത്യാസമുണ്ട്. നിനക്ക് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കൊള്ളാം, നല്ലതാണ്. ഇവിടെ വെച്ച് കഴിച്ചാൽ രണ്ടാമത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വേറൊരു കഴിക്കാറുണ്ട്, അവിടെ നമുക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചാൽ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിനി ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതും കൂടെ പറയാം ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തോളാം. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ, അല്ലെങ്കിൽ ലെങ്ത് കുറഞ്ഞു പോയി. ഞങ്ങൾ മയണൈസ് ലെങ്ക് തീർന്നു. ഇവിടെ മയണൈസ് ഇച്ചിരി പ്ലീസ്. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊന്ന് അൺറാപ്പ് ചെയ്ത് കഴിക്കാൻ നേരത്ത് വീഡിയോ എടുക്കാവേ, അതുവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഞാനും കഴിക്കാൻ പോകുന്നു. ഇതൊക്കെ കഴിച്ച് പകുതിയായി. ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. ഫുൾ അൺറാപ്പ് എന്നാലും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇതാണ് ഫുള്ളായിട്ട് വന്നത്. ഞാൻ തിരിച്ചിങ്ങനെ തന്നെ മടക്കട്ടെ. ഇപ്പോൾ ഓക്കെ. എൻ്റെ ബൈക്ക് ഞാൻ കഴിക്കുവാണ് ഗൈസ്. ബോണപ്പറ്റി വായിലെ രുചി മാത്രമേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറയാം. ഫസ്റ്റ് ബൈറ്റിൽ എന്ത് ഫീൽ ചെയ്തു? ഫസ്റ്റ് ബൈറ്റിൽ മയണൈസ് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനൊക്കെ ഈ ചിക്കൻ അധികം വെന്ത് കാണിക്കലോ നോക്കാം, കുഴപ്പമില്ല, മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് അല്ലേ? ഇതിൻ്റെ വീഡിയോ ഇത് റാപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇവർ അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ ഇത് തീ കത്തണം പോലെ ഉണ്ടായിരുന്നു അല്ല? ഞാൻ ഇതായി ചിക്കനും കാണാം. ചിക്കൻ ഒരു പീസ് നന്നായിട്ട് വെക്കും. ഇതൊക്കെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസത്തെ വല്ലപ്പോഴും
ഇങ്ങനെ എല്ലാവരും കൂടെ ഷിഫ്റ്റ് ഇല്ലാണ്ട് എന്നാ പറയണ്ട എല്ലാവർക്കും ഓഫ് കിട്ടണ ഒരു ദിവസമേ കാണുള്ളൂ ഒരുമിച്ചൊക്കെ. അപ്പോഴാണ് ഞങ്ങൾ വെളിയിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടികളുണ്ടായി. ഇതെന്നാ ഇത് ചീസ് സോസ് ഹോട്ട് ആൻഡ് സ്പൈസി. ഇച്ചിരി ഒച്ച കൂടെ പറയാം. എനിക്കത് വേണ്ട. ഇത് നല്ല പുളിയാണ്. അപ്പം ഗൈസ് ഞങ്ങൾ പകുതി കഴിച്ചിട്ട് വരാം. ഇല്ല ഇതിൻ്റെ ചൂടാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടില്ല. എൻ്റെ അത് കൈവച്ച് പിടിക്കാൻ പറ്റിയില്ല ഗൈസ്. വീഡിയോ എടുക്കാനും കഴിക്കാനും കൂടെ ഒരുമിച്ച് വെച്ചാൽ അതുകൊണ്ടാണ്. അപ്പം ഇത് പകുതിയായിട്ട് വരാം. വീഡിയോ ഷെയ്ക്കാക്കില്ല. ഇനി അമിത്തണ്ണ അതിൻ്റെ അകത്ത് കാട്ടി. ഇങ്ങനെ വീഡിയോ ഷെയ്ക്കാക്കിയ നമ്മുടെ അമിത്തണ്ണനാണ് നാട്ടിൽ നിന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത്. ഉള്ള വീഡിയോ മൊത്തം അങ്ങനെ എഡിറ്റ് ചെയ്യണം. എഡിറ്റിംഗ് ഞാനല്ല. അപ്പം എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പക്ഷെ അത് കൊടുക്കണേലും പുള്ളി തന്നെ വേണം. ഇതൊക്കെ എഡിറ്റ് ചെയ്ത അന്ത്യ. ഈ പോർഷൻ ഒന്നും വന്നില്ലേ ഞങ്ങൾ അടി കമന്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഇതിന്റെ ബാക്കിൽ ഇവരുടെ ഒരു സ്റ്റോർ റൂമാന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ കുക്കുംബറും വെള്ളവും ഒക്കെ വരെ എൻ്റെ ബാഗ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു സോഡ മേടിച്ചില്ലായിരുന്നോ പാർട്ട് 1 അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യെസ്, വീട്ടിൽ കപ്പയും ബീഫും ഉണ്ട്. ഞങ്ങളുടെ ഒരാഴ്ചത്തെ ഫുഡാണ്. ഒരാഴ്ച ഒന്നുമില്ല, നാളെ അത് തീരും. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെക്കും, പക്ഷെ ഒരു ദിവസം കൊണ്ട് സാധനം തീർന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇതാണ് ചെറിയ ഷോപ്പ്. ഈ ഷോപ്പിന്റെ പേരെന്നായിരുന്നു? അപ്പം വീട്ടിൽ ചെന്നിട്ട് ബാക്കി ഇത് ചെയ്യാൻ ഗൈസ്. ഇതാണ് അവൻ പേ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് ഷവർമ്മ. അപ്പം അവൻ പേ ചെയ്യുകയാണ് ഗൈസ്. ബാക്കി ഇതാണ് ഷോപ്പിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. വെളിയിൽ നല്ല കാറ്റാണ്. ഇഷ ഗൈസ് ഇറങ്ങി. ഇപ്പോൾ ഇഷ കാറ്റാണ്. ഇത് ഇപ്പം ഇവളുടെ മുടിയിലൊക്കെ നോക്കിയാൽ എന്നാ ഇഷ. അതാണ് റഷ്യം ഗൈസ്. നിങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഗൈസ്, ഒരു ഷോട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലേ നിങ്ങൾ ഇപ്പോ പോയി ചെക്ക് ചെയ്തോ. ഇതാണ് ഞങ്ങളുടെ സൂപ്പർ സ്റ്റോർ. ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കണ കടയാണ്. ഇതാണ് സൂപ്പർ സ്റ്റോർ. ഇവിടെ നമുക്ക് മാക്സ് ഇവിടെ നിന്ന് എന്നാക്കി നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം ഇവിടെ നിന്നാണ് ഞങ്ങൾ വന്ന്. ഓ ഗൈസ് മഴ പെയ്യുന്നു. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഓക്കെ ഗൈസ്. അപ്പം ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇനി നമ്മുടെ അവസാനത്തെ ടൈലൻഡിന് വെച്ചേക്കണ ഫസ്റ്റ് പാർട്ടിലെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെച്ച സാധനം മനസ്സിലായില്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് അവസാനത്തെ ഇത്. പിന്നെ ഇതിന്റെ കൂടെ ഞങ്ങൾ വേറെ കഴിഞ്ഞ ദിവസം മേടിച്ച അലോയോ ഡോക്ടർ അല്ലോ. ഇത് നല്ലൊരു ഡ്രിങ്കാ. ഇത് മറ്റേ ബബിൾ ടീ കൂട്ട്. ഇതിന്റെ അകത്ത് മറ്റേ കഴിക്കണ സാധനമൊക്കെ കിട്ടും. കടിക്കാൻ കിട്ടും. സ്ട്രോബെറി അലോവേറയുടെ പൾപ്പ് മറ്റേ ഓക്കെ. ഇത് ഞാൻ കുറെ നോക്കി നടന്നിട്ട് ഇത് മെയിൻ ആയിട്ട് കിട്ടുന്ന സ്ഥലം ഏതാ അത് പറഞ്ഞു കൊടുക്കണം. അവിടെ മാത്രമേ ഈ വലിയ കുപ്പി കിട്ടുള്ളൂ. ഇത് നമ്മുടെ ഖദീജ കൊണ്ടുവന്ന് കാണിച്ചു തന്നെ കേസിലെ ഷിഫ്റ്റ് റണ്ണർ. പൗൺലാൻഡിൽ ഇതിന്റെ ചെറുത് കിട്ടും. പക്ഷെ അത് മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഒറ്റ വായിക്ക് തീരും. അല്ല ഇത് വേറെ ഇവിടെ ഇല്ല. ഹോംബാഗേൻസ് മാത്രമല്ല ഈ വലിയ കുപ്പിയുള്ളൂ.
ഐസ്ലാൻഡ് നീ പറഞ്ഞ ഒരു ഡ്രിങ്ക് പച്ചമാങ്ങ ജ്യൂസ്, അതാണ് ഇനി ട്രൈ ചെയ്യാനുള്ള. ഇത് നല്ലതാണ്, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതാണ് ആരും മേടിക്കല്ലേ ഗായ്സ്, ഇത് ഞാൻ പ്രത്യേകം ഇപ്പം കളയാൻ വേണ്ടി എടുത്തത്, എന്നിട്ടും കളയാണ്ട് വെച്ചത് ഇത് 5 ആൽമണ്ട് ഫിംഗേഴ്സ്. ഇത് മരുന്നിന്റെ, നമ്മുടെ നാട്ടിൽ വെറുതെ പച്ചയ്ക്ക് മരുന്ന് കഴിക്കില്ല, അതിന്റെ ടേസ്റ്റ് ഇവരാരും കഴിക്കുകയില്ല. ഞാൻ കഴിച്ചപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞു. അപ്പൊ ഇതാരും മേടിക്കില്ലേ ഗൈസ്, ഇത് കളയാൻ വേണ്ടി വെച്ചേക്കുക. ഇതിനങ്ങനെ ഒരുപാടല്ലേ. അപ്പൊ അതെ ഇനി ഇത് അൺബോക്സ് ചെയ്യാം. ഇത് കൈ അൺബോക്സ് അൺബോക്സ് മീൻസ് അല്ല, അൺബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം അല്ലേ? ഓപ്പൺ അല്ലേ? ഓപ്പൺ അല്ലേ? ആർക്കാ ഓപ്പൺ ചെയ്യാനുള്ള? നോക്കാം. ഇത് നിങ്ങൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഓർഡർ ചെയ്യാൻ പോലെ അല്ല, എത്ര മാർക്കിനാന്ന് പറഞ്ഞില്ല. എത്ര അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഇവര് രണ്ടും കൂടെ കളിക്കട്ടെ. അല്ല, അപ്പൊ അവനല്ലേ ഓപ്പൺ ചെയ്യണ്ടേ? അവനല്ലേ ജയിച്ച. ഓപ്പൺ ചെയ്യേ. ബാക്ക് ക്യാമിൽ ഇനി എടുക്കാൻ സമയമില്ല കളി. അയ്യോ, ഇത് ഇത്രേ ഉള്ളൂ. ചതിച്ചു ഗൈസ്, ഞങ്ങളെ ചതിച്ചു. കേരള MED ഞങ്ങളെ ചതിച്ചു ഗൈസ്. നിക്കട ചൊറി. ഇത് വെച്ചിട്ട് തന്നെയല്ലേടാ, ഇത് പ്രസ് ചെയ്യ. ഇനി ഞാൻ എനിക്കൊരു ട്രൈ. ഇവിടെ കളിക്കാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പിടിച്ചേ വീഡിയോ. ഇങ്ങനെ പിടിച്ചാൽ മതി. അവിടെ നിന്ന് പിടിച്ചാ ഇങ്ങനെ പിടിച്ചു. താത്തേ മതി. അല്ല അങ്ങനെയല്ല, ഇത് അങ്ങനെയല്ലടാ. ഇത് ഊരണം. ഇത് ഇവിടെ ഈ അടപ്പ് ഊരാൻ കണ്ടും പറ്റും. അതിനകത്ത് ഈ അടപ്പ് കാണിക്കുന്നില്ല ഗൈസ്. പണി പാളി ഗൈസ്. മാറി ഇങ്ങോട്ട് താഴ ചേർക്കാം. ഇവർക്കൊന്നും ഒന്നും അറിയാൻ പറ്റില്ല. പിള്ളേർ ചെയ്തു കൊടുക്കാന്ന് വെച്ചപ്പോഴേക്കും ഇങ്ങനെ പിടിച്ചിട്ട് സെറ്റ് സാധനം ദേ വട്ട് കിടക്കുന്നു ഗൈസ്. വട്ട് ഇവർക്കൊന്നും ഒന്നും അറിയാൻ പാടില്ല. പോടാ, ഞാൻ തന്നെ കുടിച്ചു നോക്കാം. ഞാനല്ലേ ഇപ്പൊ കാണിച്ചു കൊടുത്തത്. കൊള്ളാം. നീ എന്നെ കാണിച്ചു തന്നെ, ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച കേട്ടാ. അതെ പിന്നെ അല്ല ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഗൈസ്. മധുരം കുറവാണ്. എല്ലാരും കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്കൊന്നും വലിയ സുഖം തോന്നിയില്ല. എന്നെ എനിക്കൊന്നും തോന്നിയില്ല. എന്തൊരു സാധനമില്ലേ, പക്ഷെ ഒരു ഗോലി സോഡ കുടിക്കാനുള്ള ആഗ്രഹം തീരും. 2 റൗണ്ടാന്നേ ഉള്ളു. ഒരു റൗണ്ട് കൂടെ കറങ്ങി വരുമോ ഇത്? കുടിക്കുന്നു. ഇത് അല്ലിപ്പൊടിച്ചാ ഗോലി എടുക്കാൻ പറ്റുമോ? അത് പറ്റും. എക്സ്ക്ലൂസീവ് ചൊറി. കൈ ലെമൺ ലെമണൊന്നുമല്ല. ഇത് ലെമണല്ല, അത് ലെമണാ. ഇത് കണ്ടിട്ടില്ല. വാട്ടറിനകത്ത് മറ്റേ പഞ്ചസാര ഇട്ട പോലെ നീ മറ്റേ 7up ഉണ്ടാക്കിയ പോലെ. അയ്യോ, ഇതിന്റെ വാദ ഉറക്കാണ്ടിരിക്കണായിരുന്നു നല്ലത്. ജ്യൂസ് കുടി. എടാ, ഇതിന്റെ അവസാനത്തെ തുള്ളി കിട്ടിയല്ല ഈ ഗോലിയുള്ള കാരണം. കുടിക്കാനും അറിയത്തില്ല. അങ്ങനെ ടൈലൻഡും കഴിഞ്ഞു ഗായ്സ്. നമുക്ക് ഈ ഗോലി എങ്ങനെയുണ്ട് ജോറി? നീ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ചവയ്ക്കാനുണ്ട്.
ഇതൊരു ഷവർമ എപ്പോഴാണ് ഒരു മറ്റേ ചില്ലി ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിച്ചു കൊടുക്കണം എന്നെങ്കിൽ അതിന്റെ മറ്റേ ഇത് അറിയുള്ളൂ. ഇതിന്റെ നമുക്ക് പിന്നെ വൈൻ ഫ്ലൂട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ തുടങ്ങി അവന്റെ ഫ്ലൂട്ട്. ഞാൻ അതെന്നാന്ന് പറഞ്ഞു കൊടുക്ക് സാധനം. വൈൻ ഗ്ലാസ് വൈൻ ഗ്ലാസ് അവൻ പറയണേ വൈൻ ഫ്ലൂട്ട്. അവന് ഫ്ലൂട്ട് എന്നാ പറയണേ. അടുത്ത ഏതെങ്കിലും ഒരു കടയിൽ ചെല്ലാൻ നേരത്ത് ഞാൻ കാണിച്ചു തരാം ആ സാധനം ഇവൻ പറഞ്ഞു തന്നതാണ്. വൈൻ ഗ്ലാസ് എന്നാ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല, സോറി ചേച്ചി. നിങ്ങളൊക്കെ ഭയങ്കര അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളൊക്കെ ഇവരൊക്കെ UK വന്ന് UK കാര്യങ്ങളാണ് ആൾക്കാരാ. എന്നാലും പ്രത്യേകിച്ച് ഇവളുടെ വായിന്ന് ഇംഗ്ലീഷ് അല്ലാണ്ട് വരികയില്ല. ഇവ പറയണ മറ്റേ UK ജനിച്ചെന്നാ പറയണ. നിങ്ങൾ അതിന്റെ കൂടെ അതെ എന്നെ കൊല്ലണം നിങ്ങൾക്ക്. ഇതൊക്കെ ഞാൻ ഇതിന്റെ അകത്താ പറഞ്ഞത്. അപ്പം അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇതൊക്കെ കത്രി വീടിയത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിപ്പോ 4 മിനിറ്റ് ആയി. അപ്പൊ ഏകദേശം നമ്മുടെ വീഡിയോ ചെറിയൊരു കാണാൻ പറ്റിയ ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ട്. ഡ്യൂറേഷനായി. അപ്പൊ ഇനി ഞങ്ങളൊരു സിനിമയും കൂടെ കണ്ടു കഴിഞ്ഞിട്ട്, സിനിമ മീൻസ് ജസ്റ്റ് ലാപ്ടോപ്പിൽ ഒരു മൂവിയും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പഴയ ഏതെങ്കിലും പടം ഇല്ലെങ്കിൽ OTT വന്ന ഏതെങ്കിലും ഒരു പടം കൂടെ കണ്ടു കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ജനുവരി മാത്രം അങ്ങനെ പെട്ടെന്നൊന്നും പോയില്ല. സമയം എടുത്തു പോയെന്ന് പറയാനാ ഞാൻ വന്നത്. എനിക്ക് പറയാൻ മേലെ എന്റെ ചാനലിൽ ഞാൻ പലതും പറയും. നീ തോന്നിയത് പറയാറില്ലേ? ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ബൈ ബൈ.